നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. സ്പെയിനിൻ്റെ ലോകകപ്പിനുള്ള ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. 26-അംഗ ടീമിനെ കോച്ച് ഫ്യുവന്തെ പ്രഖ്യാപിച്ചു. അപ്പോൾ അത് വളരെ ഇന്നലെയാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ പ്രഖ്യാപിച്ചതിൽ പ്രത്യേകതയൊന്നുമില്ല. പക്ഷേ അതിൽ വേറെ ചില പ്രത്യേകതകളുണ്ട്, സവിശേഷമായ ചില കാര്യങ്ങളുണ്ട്. അതായത് റയൽ മാഡ്രിഡ് എന്നുള്ള സ്പാനിഷ് വമ്പൻ ഫുട്ബോൾ ടീമായ ക്ലബ്ബായ റയൽ മാഡ്രിഡ് എന്നുള്ള ഒരൊറ്റ താരം പോലും ഈ സ്പെയിൻ ടീമിലില്ല. 1950 ശേഷം ഇതാദ്യമായിട്ടാണ് റയൽ മാഡ്രിഡിൽ നിന്ന് ഒരു കളിക്കാരനില്ലാതെ സ്പാനിഷ് ടീം ലോകകപ്പിന് പോകുന്നത്. അതേസമയം റയൽ മാഡ്രിഡിൻ്റെ വലിയ ശത്രുക്കളായ ബദ്ധവൈരികളായ മറ്റൊരു വമ്പൻ ക്ലബ്ബായ ബാഴ്സലോണയിൽ നിന്ന് 8 താരങ്ങളുണ്ട്. അപ്പോൾ 8 താരങ്ങൾ ബാഴ്സലോണയിൽ നിന്നും റയൽ മാഡ്രിഡിന് ഒന്നുമില്ല, റയൽ മാഡ്രിഡ് 0. അപ്പോൾ ആ രീതിയിലുള്ള മുൻതൂക്കം ബാഴ്സലോണയ്ക്ക് ടീമിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ടീമിനെ എടുത്തു നോക്കിയാൽ പരിക്കേറ്റ ലാമിൻ യമാലും നിക്കോ വില്യംസും 2 പേരും ടീമിലുണ്ട്. 2 പേരും പരിക്കുമാറി ലോകകപ്പിന് സജ്ജരാകുമെന്ന പ്രതീക്ഷയിൽ ഫ്യുവന്തെ അവർ 2 പേരെയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ടീം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അനുഭവ സമ്പത്തും ചെറുപ്പവും ചേർന്ന കൃത്യമായ അളവിൽ ചേർത്തിട്ടുള്ള ഒരു ടീമിനെ തന്നെയാണ് ചെയ്തത്. റയൽ മാഡ്രിഡിൽ നിന്ന് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, റയൽ മാഡ്രിഡിൽ നിന്ന് ഒരാൾ പോലും ഇല്ല. യഥാർത്ഥത്തിൽ ഡീൻ ഹുസൈൻ എന്ന പ്ലെയർ അവസാന ഘട്ടത്തിലാണ് ഒഴിവാക്കപ്പെട്ടത്. റയൽ മാഡ്രിഡിന് ഡീൻ ഹുസൈൻ ടീമിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവസാന ഘട്ടത്തിലാണ് ഒഴിവാക്കപ്പെട്ടത്. എന്തായാലും ലാമിൻ യമാലിനെയും നിക്കോ വില്യംസിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ടീമിനെ സ്പാനിഷ് ടീം ഈ ലോകകപ്പ് ജയിക്കാൻ മുൻനിരയിൽ വിദഗ്ധർ പ്രഖ്യാപിച്ചിട്ടുള്ള മുൻനിരയിൽ കാണുന്ന ഒരു ടീമാണ് സ്പെയിൻ ടീം. അപ്പോൾ ആ സ്പെയിൻ ടീമിൽ ഈ നിലയിൽ തന്നെയാണ് ഫ്യുവന്തെ അത് വളരെ കാര്യമായി ആലോചിച്ച് തന്നെയാണ് അങ്ങനൊരു ടീമിന് ഒരു കളിക്കാരെ ഒക്കെ ഉൾപ്പെടുത്തി ആ ടീമിനെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെ ഒരു പ്രത്യേകത 1950 ശേഷം ഏതാണ്ട് 76 വർഷത്തിന് ശേഷം ഇതാദ്യമായി റയൽ മാഡ്രിഡിൽ നിന്ന് ഒരു കളിക്കാരനുമില്ലാതെ സ്പാനിഷ് ടീം ലോകകപ്പ് ജയിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്.